ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു പല ആളുകളും ചോദിച്ചൊരു വീഡിയോ തന്നെയാണ്. ഇലക്ട്രയാണ് UC കാറ്റഗറിയിൽ വന്ന ഫസ്റ്റ് ബാച്ചിൽ വന്ന ഇലക്ട്രയാണ്. 2013 ഈ വണ്ടി വരുന്നത്. ഇതാണ് ഇലക്ട്ര എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ ഇലക്ട്ര 5 സ്പീഡ് എങ്ങനെയായിരുന്നു അതിൽ UC എൻജിൻ കയറ്റി വെച്ചു എന്നുള്ളതാണ്. യൂണിറ്റ് കൺസീൽഡ് എൻജിൻ, ഗിയർ ബോക്സും ക്രാങ്കും കൂടെ ഒരേ കേസിൽ വരുന്ന എൻജിനാണ് യൂണിറ്റ് കൺസീൽഡ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ വണ്ടിയിൽ ഗിയർ ബോക്സ് വേറെ ആയിരുന്നു CA എൻജിനിൽ. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് UC യൂണിറ്റ് കൺസീൽഡ് എൻജിൻ നോക്കിയത് ഗിയർ ബോക്സും ക്രാങ്ക് കേസും ഒന്നിച്ചാക്കി എന്നുള്ളത്. അപ്പം അതായത് പഴയ ഇലക്ട്ര 5 സ്പീഡ് എങ്ങനെയായിരുന്നോ വണ്ടി ഉണ്ടായിരുന്നത്, ആ വണ്ടി സെയിം എൻജിനങ്ങ് മാറ്റി വെച്ചു. അതാണ് ഇലക്ട്ര. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഞാൻ ഇതിന് ഓടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞു. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ മൈനസും പ്ലസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് വണ്ടി, പക്ഷേ വർക്കിംഗ് അല്ല. ബാറ്ററി വീക്കാണ്, അതുകൊണ്ടാട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ലോങ് ടൈം ആയിട്ടൊരു കസ്റ്റമർ യൂസ് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. മഴയാണ്. ബാറ്ററി ചാർജിങ് ഇല്ല, മിസ്സിങ് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വണ്ടി വന്നത്. ബാറ്ററി ചാർജിങ് 6 യൂണിറ്റ് മാറ്റിയതായിരുന്നു. 3 ഫേസ് 6 യൂണിറ്റാണ് വരിക. ഇതിൻ്റെ 6 യൂണിറ്റ് ഫ്രണ്ടിലാണ് വരിക കേട്ടോ. ഫ്രണ്ട് നമ്പറിൻ്റെ പുറകുവശത്തായിട്ടാണ് 6 യൂണിറ്റ് സെറ്റിങ് വരിക പഴയ വണ്ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് ഇത് പഴയ ഇലക്ട്ര 5 സ്പീഡ്, അതായത് UC എൻജിൻ CB പോയിൻ്റ് ഉണ്ടായിരുന്ന വണ്ടിയെ ഇലക്ട്രോണിക്സ് ആക്കി എന്നുള്ളതാണ് ഇലക്ട്ര എന്നുള്ള പേര് വരാനുള്ള കാരണം. സ്റ്റാർട്ടിങ് ഇലക്ട്രോണിക്സ് ആക്കി CD യൂണിറ്റ് വെച്ചിട്ട് ഇലക്ട്രോണിക് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. അങ്ങനെയാണ് ഇലക്ട്ര എന്നുള്ള വന്നത്. ഇപ്പോൾ TCI ആണ് വരുന്നത്. പഴയ കാലത്ത് CDI ആയിരുന്നു. അപ്പോൾ അതായത് ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നൊരു വണ്ടിയാണ് ഇലക്ട്ര 5 സ്പീഡ് കേട്ടോ. ഇലക്ട്ര 5 സ്പീഡുള്ള UC ഇലക്ട്ര കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് കുറച്ച് കുറഞ്ഞ വണ്ടിയാണ്. ആളുകൾ വലിയ താല്പര്യപ്പെടാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ആളുകളൊക്കെ എന്താണ് ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണോ അതല്ല ഇത് വേറെന്തോ ഒരു സാധനമാണോ ബുള്ളറ്റാണോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിടുന്ന ഒരു ഇലക്ട്ര ആണോ അത് മാർക്കറ്റില്ല, അത് ചീപ്പാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇലക്ട്ര എന്നുള്ള ഏത് സമയത്തും മാർക്കറ്റിൽ ഒരു സെക്കൻഡാണ് ഇതിന് കൊടുക്കുന്നത്. അതായത് ഒരു ബുള്ളറ്റ് എന്നുള്ളത് ഫസ്റ്റ് ചോയ്സ് സ്റ്റാൻഡേർഡ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ തേർഡ് ചോയ്സ് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ചോയ്സ് ഒരു വണ്ടിയും കിട്ടിയില്ല, ഒരു വണ്ടി എടുക്കാനുള്ള കാഴ്ചപ്പാടിലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഇലക്ട്ര എടുക്കുക. അപ്പോൾ എന്താണ് ഇലക്ട്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ക്ലാസിക്കിൻ്റെ സെയിം എൻജിനാണ് ഫസ്റ്റ് ഈ ഇലക്ട്ര കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ പല ആളുകളും ക്രാങ്ക് വെയിറ്റ് സെയിം ആണ്, ഇലക്ട്രയും പിന്നെ സ്റ്റാൻഡേർഡും ക്ലാസിക്കും ക്രാങ്ക് വെയിറ്റ് സെയിം ആണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിയിൽ ക്രാങ്ക് വെയിറ്റ് സെയിം ആണ്, സെയിം എൻജിനാണ്, സെയിം പെർഫോമൻസ് ആണ്. ക്ലാസിക്കിൻ്റെ എന്ത് സ്വഭാവമാണ്, എൻജിൻ്റെ എന്ത് സ്വഭാവങ്ങളാണോ ക്ലാസിക്കിനുള്ളത് അത് എല്ലാം തന്നെ അതേമാതിരി ഉണ്ടാവും ഈ ഇലക്ട്രയിലും. ഇതിൻ്റെ ഏറ്റവും വലിയ മിക്കവാറും ആളുകൾ ഈ ഇലക്ട്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്, ക്ലാസിക്കിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിൻ്റെ യാത്രാസുഖം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും ഇത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വണ്ടിയെന്ന് എനിക്ക് ഒരിക്കലും പറയില്ല. കാരണം കംഫർട്ട് വൈസ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു വണ്ടിയാണ്, നല്ല ചോയ്സാണ്. കാരണം നല്ല UC എൻജിനിൽ ഇങ്ങോട്ട് മാർക്കറ്റിൽ കുറഞ്ഞ വിലക്ക് കിട്ടുമെങ്കിലും എന്ന് കരുതി തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ക്ലാസിക്കിൽ വരുന്ന സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പഴയ സ്റ്റാൻഡേർഡിലൊന്നും ഇല്ലല്ലോ. സ്റ്റാൻഡേർഡിൽ സെൽഫ് സ്റ്റാർട്ട് ഡിസ്ക് ബ്രേക്ക് ഒന്നുമില്ല. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡിൻ്റെ അതേ വീൽ സൈസാണ് വരുന്നത്, 19 സൈസാണ് വരുന്നത്. പിന്നെ അതേമാതിരി സ്റ്റാൻഡേർഡിൻ്റെ ഹാൻഡ്ലിംഗ് പൊസിഷനുമാണ് ഈ വണ്ടിക്ക് വരുന്നത്, ക്ലാസിക്കിൻ്റെ അതല്ല. അതാണ് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. സ്റ്റാൻഡേർഡിൻ്റെ യാത്രാസുഖവും ക്ലാസിക്കിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളൊരു വണ്ടി, അതാണ് ഇലക്ട്ര. ചുരുക്കി പറഞ്ഞാൽ അതാണ് വാസ്തവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ യാത്രാസുഖവും, ടോർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ലോ എൻഡ് ടോർക്ക് സ്റ്റാൻഡേർഡിന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ആ ലോ എൻഡ് ടോർക്ക് എല്ലാവരും ലോ എൻഡ് ടോർക്ക് മാത്രം ആസ്വദിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം ഒരു അടിക്കടി ഗിയർ ചേഞ്ച് ചെറിയ രീതിയിൽ ആവശ്യം, ഒരു 50 താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗിയർ ചേഞ്ചിങ് ആവശ്യമുണ്ടായി വണ്ടിക്ക്. ആ ടോർക്ക് എത്രയെന്നല്ല കാണിച്ചു തരാം. നിരന്ന റോഡിലെത്തി ടോർക്ക് കാണിച്ചു തരാം ഈ വണ്ടിയുടെ.
അപ്പോൾ ക്ലാസിക്കിൻ്റെ യാത്രാസുഖം അതിൽ മെയിൻ കാരണം ഒന്ന് ഹാൻഡിൽ ബാറാണ്. കറക്റ്റ് ഇലക്ട്ര സ്റ്റാൻഡേർഡിൻ്റെ ഹാൻഡിൽ ബാർ തന്നെയാണ് ഫസ്റ്റ് ഇലക്ട്രയിൽ വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡിൻ്റെ ഹാൻഡിൽ ബാറാണ്. വേണ്ട 19 സൈസ് ടയറാണ് വരുന്നത്. കറക്റ്റ് ആ ഒരു 19 സൈസ് ടയർ ആയതുകൊണ്ട് ഹൈറ്റ് നല്ല രീതിയിലാണ് കിട്ടും. ഹൈറ്റ് കിട്ടും, 1 ഇഞ്ച് ഹൈറ്റ് കിട്ടും ബാക്ക്. പിന്നെ അതുമാതിരി സ്റ്റാൻഡേർഡിൻ്റെ സെയിം സീറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഡിസ്ക് ബ്രേക്കും ഉണ്ട്, സെൽഫ് സ്റ്റാർട്ടും ഉണ്ട് പോരെ. അതാണ് ഇലക്ട്ര. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ക്ലാസിക്കിന് ചില ആളുകൾക്ക് താല്പര്യമില്ല. അതിൻ്റെ ബാക്ക് പില്ലൻ സീറ്റായാലും പിന്നെ റൈഡർ സീറ്റായാലും ചില കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു ചില ആൾക്ക് സ്പ്രിംഗ് ആക്ഷനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുമാതിരി പില്ലൻ സീറ്റ് കംഫർട്ട് അത്യാവശ്യം താരതമ്യേന വളരെ കുറഞ്ഞ വണ്ടിയാണ് ക്ലാസിക് എന്ന വണ്ടി. അപ്പോൾ ഇതിനതൊക്കെ ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. പില്ലൻ സീറ്റിൻ്റെ യാത്രാസുഖം കൊണ്ട്, കാരണം സ്റ്റാൻഡേർഡ് സീറ്റാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ട്, ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് മാർക്കറ്റിൽ ഈ വണ്ടി ഇലക്ട്ര എന്ന വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സ്ലിം ആയിട്ടുള്ള ഫ്രണ്ടിലെ മഡ്ഗാർഡും ബാക്കിൽ CP ക്രോം പ്ലേറ്റഡ് മഡ്ഗാർഡുമാണ് ബാക്കിൽ വരുന്നത്. കുറച്ചൊരു ഹൈറ്റ് തെറിച്ച് നിൽക്കണ മാതിരി മഡ്ഗാർഡ് തോന്നുമെങ്കിലും അതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളും ഗ്യാസിലുള്ള ഷോക്ക് ആബ്സർ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡിന് അതില്ലല്ലോ. അപ്പം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് യാത്രാസുഖം കൂടിയ വണ്ടിയാണ് ഇലക്ട്ര. ടോർക്ക് മാത്രം ഉണ്ടാവില്ല, അത് മാത്രമേ ഇത് മാറ്റുള്ളൂ. പിന്നെ താരതമ്യേന പ്രൈസ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആക്സസ് പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു കുറച്ച് ചെറിയ വില കൊടുത്ത് റെഡി കാശൊക്കെ ഉള്ള ആളുകൾക്ക് ചെറിയ വില കൊടുത്തൊരു ബുള്ളറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു ചോയ്സാണ് ഇലക്ട്ര. പക്ഷേ ഇലക്ട്ര BS6 അതിന് ശേഷം ഇലക്ട്ര അല്ല വണ്ടി, അത് ES KS ആണ്. അത് ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത് ഇലക്ട്ര എന്നുള്ളത്. എല്ലാവരും അതിൻ്റെ പേര് ഇപ്പോൾ ഇലക്ട്രനാണ് അതിനെ പറയുന്നത്. ഇത് ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ ലോയിൻ്റെ ടോർക്ക് കാണിച്ചു തരാം. ഗിയർ ചേഞ്ച് ക്ലാസിക്കിൻ്റെ അതേമാതിരി തന്നെ, യാതൊരു മാറ്റമില്ല. അടിക്കടി ഗിയർ ചേഞ്ചിങ് ആവശ്യമുണ്ടാവും. UCയിൽ ക്ലാസിക് എന്ന് പറഞ്ഞാൽ നല്ല ടോർക്ക്, നമ്മൾ J സീരീസിൻ്റെ മാതിരി എല്ലാ വണ്ടിക്കും ഒരേ ടോർക്ക് കയറുന്ന വണ്ടിയൊന്നുമല്ല. J സീരീസ് കാറ്റഗറി വരുന്ന വണ്ടി എല്ലാ വണ്ടിയും ഒരേ ടോർക്കനാണ്. 40ൻ്റെ ചോട് ഗിയർ ചേഞ്ച് ചെയ്യാതെ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് അതങ്ങനെ കഴിയില്ല. ഇത് 50ൻ്റെ മുകളിലേക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല 5th ഗിയറിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ലോ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നെ കുറേയൊക്കെ ഓടിക്കഴിഞ്ഞ് സെറ്റായ വണ്ടികൾ നല്ല സ്മൂത്ത് എഞ്ചിനൊക്കെയാണ്, കണ്ടാതെ എഞ്ചിനൊക്കെ അയച്ച് നാശാകാത്ത വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, 40-45 സ്പീഡിലൊക്കെ വരെ പോകാൻ പറ്റും നിങ്ങൾക്ക്. അല്ല 40 ബിലോ എന്തായാലും ഈ വണ്ടി പോകില്ല കേട്ടോ. 45 താഴോട്ട് റെയറാണ്. 40 വരെയൊക്കെ ചില വണ്ടികൾ സെറ്റായ വണ്ടികൾ പോകാറുണ്ട് എങ്കിലും അല്ല ഓടിച്ച് നോക്കി ഞങ്ങൾക്ക് അറിയാം. നല്ല ഓടി ഒഴുകി സെറ്റായി എഞ്ചിനൊന്നും അയക്കാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന 15+ ഒക്കെ ഓടിയിട്ടുള്ള വണ്ടികൾ, 50+ ഒക്കെ ഓടിയിട്ടുള്ള വണ്ടികൾ ഒരു 45 സ്പീഡിൽ വരെ ഓടിയിട്ടുണ്ട്. 40 നിയറൊക്കെ ഓടിയ 40 എബോ, ജസ്റ്റ് എബോ ഒരു 42 ഓടിയതായിട്ട് എൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ടോർക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ലോ സ്പീഡിൽ പോകണം എന്നുള്ള സ്റ്റാൻഡേർഡിൻ്റെ സ്പോക്കറ്റ് ഇട്ടാൽ മതി കേട്ടോ. ചെറിയ രീതിയിലൊക്കെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റാൻഡേർഡ് സ്പോക്കറ്റ് വാങ്ങിച്ചിടുക. ഫ്രണ്ട് സ്പോക്കറ്റ് വാങ്ങിച്ചിടുക. സൈൻസ് പോക്കറ്റ് മാറ്റുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് സ്പോക്കറ്റ് ഇട്ടാൽ കുറച്ചും കൂടെ ഒന്ന് ലോ സ്പീഡിൽ പോകാൻ പറ്റും. അത് ഹൈ സ്പീഡ് കുറച്ച് കുറയും കേട്ടോ. അങ്ങാവും ആ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ടോർക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. ചെറിയ രീതിയിൽ മഴയുണ്ട്, ക്യാമറയിലേക്ക് മഴത്തുള്ളിയായി ക്ലിയർ കുറയൊന്നും അറിയില്ല. ഇപ്പം ഞാൻ സാധാരണ ഇതിലിപ്പോൾ എല്ലാ വണ്ടി നോക്കുന്ന മാതിരി തന്നെ ഇതിപ്പം 40 സ്പീഡിലാണ് വണ്ടി ഉള്ളത്. ഇത് നല്ല കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരിക്കൽ നമ്മളെ എഞ്ചിൻ വർക്കൊക്കെ എടുത്ത വണ്ടിയാണത്. ഓക്കെ, 45 എബോ ഒരു 50 താഴോട്ട് 45 എബോ നമുക്ക് ടോർക്ക് കിട്ടും വണ്ടി. അപ്പം അത്രയൊക്കെ മതി നമുക്ക് ടോർക്ക് എന്നുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ടോർക്ക് നോക്കി ഓടിക്കുന്ന ആളുകളൊക്കെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. അതിൻ്റെയൊക്കെ ചില ആളുകളൊന്നും അറിയുന്നില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് കാരണം സ്റ്റാൻഡേർഡ് എടുത്താൽ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് മക്കൾക്ക് എനിക്കൊണ്ട് 90% കസ്റ്റമേഴ്സിന് അറിയില്ല എന്താണ് ആ വണ്ടി എന്നുള്ളത്. ഒരു ബുള്ളറ്റാണ്, റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്ത് പഴയ ആ ഒരു ക്ലാസിക് ടച്ചിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് എന്നതിലുപരിയായിട്ട് അതിൻ്റെ ക്വാളിറ്റി എത്ര പേർക്ക് അറിയുമെന്നുള്ളത്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് എത്ര പേർക്ക് അറിയുമെന്നുള്ളത് സംശയമാണ്. ഇതന്നെ ഒരു 50ൻ്റെ ചായ 45 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഗിയറിൽ എന്നാലും 40 ആകുമ്പോൾ 45 വരെയൊക്കെ വണ്ടി എഞ്ചിൻ അടിക്കാതെ ആ ഗിയറിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത വണ്ടി ഇടിച്ച് നിൽക്കുകയൊന്നുമില്ല, എന്നാലും കുത്തി കളിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ശരിക്കുള്ള ടോർക്ക് നോക്കാൻ പോകണം കേട്ടോ. ഇലക്ട്ര
എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡിനേക്കാൾ ഇഷ്ടമുള്ള വണ്ടിയാണ് ഈ വണ്ടി. കുറച്ചും കൂടി യാത്രാ സുഖമുള്ളൊരു വണ്ടിയാണ്, ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഓടിച്ചകളൊക്കെ വല്ല പ്ലസ് പോയിൻ്റാണ്. സ്ഥിരമായിട്ട് ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളൊന്നും ഇലക്ട്ര ഒഴിവാക്കുന്നില്ല, അവർ സർവീസ് ചെയ്ത് കൊണ്ടുകൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ നോക്കുക, ഇതിപ്പം 35 എബോവ് ആണ് വണ്ടി. പക്ഷേ വണ്ടി ഇടിച്ച് കളിക്കുന്നുണ്ട്. 40 എത്തി വണ്ടി കുത്തി കളിക്കുന്നുണ്ട്. ഓക്കെ, 45 എബോവ് നിയർ 50. ഓക്കെ, 45 നിയർ 50 വണ്ടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇലക്ട്രയെ കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്ര എടുക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണോ നോക്കണം കേട്ടോ. നല്ല വണ്ടിയാണ്, എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത്, നല്ല വർക്കിംഗ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. എടുത്ത് നശിപ്പിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്. എന്നാൽ ഇലക്ട്ര പിന്നെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്ര എന്നുള്ളത് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണെന്നെങ്കിൽ വണ്ടിൻ്റെ ഒരു പിന്നെ ഡിസൈൻ വൈസും ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ബുള്ളറ്റ് തന്നെയാണ് സാധനം, സെയിം ക്ലാസിക് തന്നെയാണ് സാധനം. അതിൻ്റെ ഒരു കംഫർട്ട് കൂടിയ വണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.